മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫാൻസി വേർഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒരുപാട് ഡിസ്ട്രാക്ഷൻസിൻ്റെ നടുവിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് ഒക്കെ ലക്ഷ്യങ്ങളുണ്ട്, എന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങളുള്ളതുപോലെ തന്നെ നമ്മളുടെ റിയാലിറ്റിയുമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ധാരാളം ലക്ഷ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴുള്ള റിയാലിറ്റിയുമായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു പ്രശ്നത്തിന് നടുവിലാണ്. പക്ഷേ നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് വലിയ ബിസിനസ്സിൻ്റെ നേട്ടങ്ങൾ കൊയ്യണം, ധാരാളം പണം ഉണ്ടാക്കണമെന്നാണെങ്കിൽ, പക്ഷേ ഇപ്പോഴത്തെ റിയാലിറ്റിയിൽ നമ്മൾ വലിയ സ്ട്രഗിളാണ് അനുഭവിക്കുന്നതെങ്കിൽ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റിയാലിറ്റിയിലായിരിക്കും. കാരണം നമുക്ക് ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളത് കൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്ത് എവിടെയാണോ നമ്മുടെ ഫോക്കസ് പോകുന്നത്, എവിടെയാണോ നമ്മുടെ അറ്റൻഷൻ പോകുന്നത്, അവിടേക്കായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് എനർജിയും പോകുന്നത്. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിലാണ്. അതായത് നമ്മൾ വിജയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വിജയിച്ച് കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥ എന്താണ് എന്ന് നമ്മുടെ തലച്ചോറിനെ നിരന്തരം കാണിച്ചു കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രശ്നത്തിനിടയിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഒരുപക്ഷെ നമ്മളുടെ വിജയത്തിലേക്കുള്ള യാത്ര വളരെ എളുപ്പമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പീക്ക് പെർഫോം ചെയ്യുന്ന ധാരാളം ആളുകളും പ്രാക്ടീസ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ തന്നെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും, ധാരാളം പ്രശ്നത്തിൽ നിന്നുകൊണ്ട് തന്നെ വളരെ അധികം വിജയത്തിലേക്ക് കടന്നിട്ടുള്ള ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വിജയം അപ്രാപ്യമാണ് എന്ന് തോന്നിയിട്ടുള്ളവർ പോലും അവരുടെ വിജയത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം നിരന്തരമായിട്ട് അവർ എത്തേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് നിരന്തരം അവർ ചിന്തിക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞതുപോലെ അവർ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ റിയാലിറ്റിയിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ടും അവർക്ക് മുന്നേറാൻ കഴിഞ്ഞത്. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ചില ആളുകൾ എപ്പോഴും പ്രശ്നത്തിൽ നിന്നുകൊണ്ട് ആ പ്രശ്നത്തിനെക്കുറിച്ച് സംസാരിക്കുകയും ആ പ്രശ്നത്തിന് മുഴുകി ജീവിക്കുകയും ചെയ്യും. ഈ പ്രശ്നത്തിലാണ് അവരിപ്പോഴും ഉള്ളത് എന്ന നിലയിൽ. എന്നാൽ മറ്റൊരു തരത്തിലെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നിലവിലുണ്ട്, അത് ശരിയാണ്, എന്നാൽ എനിക്കെൻ്റെ ലക്ഷ്യങ്ങളുണ്ട്, എനിക്കെൻ്റെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും. ഈ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്ക് നിരന്തരം ഫോക്കസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എനർജി അതിലേക്ക് പോവുകയും എനിക്കതിനുള്ള വഴികൾ തുറന്നു വരികയും ചെയ്യും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഇത് ഒരു വളരെ ജനറിക് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ തലച്ചോറിൽ 96 ബില്യൺ ന്യൂറോ കണക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂറോൺസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം പരസ്പരം കണക്റ്റ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് മനസ്സിലാക്കിയതും പഠിച്ചതും നമ്മുടെ പ്രവൃത്തികളും നമ്മൾ അനുഭവിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ തലച്ചോറിൽ ന്യൂറൽ പാത്വേസ് ആയിട്ട് കിടക്കുന്നത്. ഈ ന്യൂറൽ പാത്വേസ് ആണ് നമുക്ക് തരുന്ന ചിന്തകൾ ഉണ്ടാക്കുന്നത്. ചിന്തകളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ബ്രെയിൻ ഇൻ ആക്ഷനാണ്. തലച്ചോറിലേക്ക് നമുക്ക് വേണ്ട ചിന്തകൾ തരുന്നത് ന്യൂറൽ പാത്വേസ് ആണ്. സ്ഥിരമായ ഒരേ പാറ്റേൺ ആണ് നമ്മുടെ തലച്ചോറിലുള്ളതെങ്കിൽ നമുക്ക് സ്ഥിരമായ ഒരേ ചിന്തകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, എപ്പോഴും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ചിന്തകളാണ് നമുക്ക് ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നതും ആ കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ റിയാലിറ്റിയിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. അതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്നാൽ ഈ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിനെ മറ്റൊരു വയറിംഗ് മനസ്സിലാക്കുകയാണ് എന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിയാലിറ്റി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മുടെ തലച്ചോർ ആ രീതിയിൽ ഒരു പ്രത്യേക ഏരിയയിലുള്ള ന്യൂറോണുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ച് തുടങ്ങുകയാണ് എന്നും വിചാരിക്കുക. അപ്പോൾ അതിനെ വീണ്ടും വീണ്ടും നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും വിചാരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിന് ഇതൊരു ഇമാജിനറി ആണോ അല്ലെങ്കിൽ ഇതൊരു ആക്ച്വൽ ഇവൻ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ തലച്ചോർ ഈ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങാനുള്ള ആദ്യ പടി തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടേതായ ഒരു ലോജിക്കൽ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങളിതിൻ്റെ റിസർച്ച് നടത്തി നോക്കുക. എങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് നമ്മളെ പറ്റിക്കുന്നത്, അല്ലെങ്കിൽ ആ തലച്ചോറിനെ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത്. 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിലും ഞാൻ പരിശീലിപ്പിക്കുന്നത് ഈ നിരന്തരം നമ്മുടെ തലച്ചോറിനെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്. അതായത് മാനിഫെസ്റ്റേഷൻ പരിശീലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള പ്രോബബിലിറ്റി വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്താണ് എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ
ഒരുപാട് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും ഡയറക്റ്റ് റിസൾട്ടിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു റിസൾട്ട് ആഗ്രഹിക്കുന്നു, നമ്മൾ കുറച്ച് പണം ആഗ്രഹിക്കുന്നു, അപ്പോൾ ആ പണത്തിലേക്കുള്ള മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ആ പണം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നിരാശരാകും. യഥാർത്ഥത്തിൽ അതല്ല മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും. ആക്ച്വലി നമ്മൾ അതിലേക്ക് എത്താനുള്ള പ്രോബബിലിറ്റി വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മളൊരു ഷെയർഡായിട്ടുള്ള വലിയ സിസ്റ്റത്തിലാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഒരു കാര്യത്തിൽ നമ്മൾ മാത്രമല്ല ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ രാവിലെ വാഹനവും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള വാഹനങ്ങൾ നമ്മുടെ റോഡിലുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള പ്രോബബിലിറ്റിയാണ് ആക്ച്വലി നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു അവബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താണ് എന്ന് നമ്മളുടെ ബ്രെയിനിൻ്റെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ നമ്മൾ നിരന്തരം മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ ഈ വലിയ ട്രാഫിക്കിനിടയിലും ഈ വലിയ തിരക്കിനിടയിലും നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് റിയാലിറ്റിയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ റിയാലിറ്റിയാണ്, ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നം നിങ്ങളുടെ റിയാലിറ്റിയാണ്, ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് റിയാലിറ്റിയാണ്. ഇതെല്ലാം നിങ്ങളുടെ റിയാലിറ്റിയാണ്. എന്നാൽ നിങ്ങളുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ നിങ്ങൾ ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് പറയും, യെസ് ഇതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് ഈ വഴിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് നിരന്തരം നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫിൽട്ടർ ചെയ്യും, അതിലേക്കുള്ള യാത്ര സുഗമമാക്കും. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളവിടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രെഡിക്റ്റിംഗ് മെഷീനാണ്. ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രഡിക്ഷൻസാണ് നമ്മുടെ ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നു, ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ ബ്രെയിനോട് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു പ്രഡിക്ഷൻ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ പറയും ഇനി ഇത് ഓഫ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാനായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഒരു പ്രഡിക്ഷൻ സിസ്റ്റമാണ്. രാവിലെ ഉണരുമ്പോൾ മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെ ഓരോ പ്രവൃത്തിയും ഒരു സീക്വൻഷ്യലായിട്ട് നമ്മുടെ ബ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അറിയാതെ നടക്കുന്നതാണ്. നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പാറ്റേണിൽ നിന്നുണ്ടായിട്ടുള്ള പ്രഡിക്ഷൻസാണ് ഇത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു വ്യക്തിയെ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സംസാരത്തിന് ശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നറിയാം. ചില വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്നത്തെ ദിവസം പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ചില ഫോൺ കോൾ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ പ്രഡിക്ഷൻ വരും. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ചിലപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും, ഓക്കെ ഇനി ഒന്ന് റിലാക്സ് ചെയ്യാം, ഒരു ചായ കുടിക്കാം. അല്ലെങ്കിൽ ചിലർക്ക് പുക വലിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ചില ആൾക്കാർ വിചാരിക്കും ഓക്കെ ഇനി പുക വലിക്കാം. അപ്പോൾ ഈ പുകവലി എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്നത് ബ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ ഇതിന് ശേഷം നിങ്ങൾ പുക വലിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഈ പ്രഡിക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ഓരോ കാര്യവും പ്രഡിക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ നമ്മുടെ ബ്രെയിൻ ഓരോ മൊമെൻറ്റ്സും ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യവുമായിട്ട് അലൈൻ ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ ഈ പ്രഡിക്ഷൻ വളരെ സക്സസ്ഫുൾ ആവും. എന്നാൽ ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സബോട്ടാഷ് ചെയ്യുന്ന പ്രഡിക്ഷൻ ആണെങ്കിലാണ് നമ്മൾ അപകടത്തിലേക്ക് പോകുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിന് ശേഷം കുറച്ച് ജങ്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാം എന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു റിലാക്സേഷൻ കിട്ടും എന്നാണ് നമ്മുടെ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വർഷങ്ങളായിട്ട് തുടരുമ്പോഴത്തേക്കും നിങ്ങളൊരു അൺഹെൽത്തി പാറ്റേണിലേക്ക് പോകും. അപ്പോൾ ഇത് ശരിക്കും ഈ പ്രഡിക്ഷൻ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പാറ്റേണിൽ നിന്നാണ്. ഈ പാറ്റേണെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളത് 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ നമ്മൾ പരിശീലിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാം ലൈഫ് റൺ ചെയ്യുന്നത് ഒരു പാറ്റേണിലാണ്. അൺപ്രൊഡക്റ്റീവായിട്ടുള്ള പാറ്റേണിൽ നിന്ന് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. കോൺഷ്യസ്ലി നമ്മൾ പല കാര്യങ്ങളും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പല ഹാബിറ്റുകളും സക്സസ്ഫുൾ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത്. പഴയ പാറ്റേണിനെ മാറ്റി പുതിയൊരു പാറ്റേൺ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് കൺസിസ്റ്റൻസി വേണം, റിപ്പിറ്റേഷൻ വേണം, അതിനൊരു സിസ്റ്റവും വേണം. സിസ്റ്റം
അല്ലെങ്കിൽ ഈ കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നതാണ് ഈ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ ഞാൻ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മളുടെ ലൈഫിൻ്റെ ഒരു സക്സസ്ഫുൾ പാറ്റേൺ എന്താണ് എന്ന് നമ്മുടെ ബ്രെയിനെ കൃത്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ ബ്രെയിൻ അതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നാളെ ഒരു ദിവസം നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ മുതൽ വൈകിട്ട് വരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി നിങ്ങൾ അതേപ്പറ്റി ഒരു പ്ലാൻ ഇടുകയും അത് നിങ്ങൾ എഴുതി വയ്ക്കുകയും അത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിന് ഇമോഷനായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ഇമോഷണൽ മെമ്മറി ആയിട്ട് നിങ്ങളുടെ ബ്രെയിൻ ക്യാപ്ചർ ചെയ്യും. നിങ്ങളുടെ ബ്രെയിൻ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഇവൻ്റായിട്ട് മാറും. അപ്പോൾ നാളത്തെ നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി സഞ്ചരിച്ച ഒരു ദിവസം പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ അവിടെ സൃഷ്ടിച്ചു. ആ പാറ്റേണിലൂടെ നിങ്ങൾക്ക് നാളെ ഇത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഓട്ടോ പൈലറ്റായിട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. എന്നാൽ ഇത് നിങ്ങൾ സ്ഥിരമായി നിലനിർത്തിയില്ലെങ്കിൽ ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടമാകുകയും വീണ്ടും നിങ്ങൾ പഴയ പാറ്റേണിലേക്ക് പോവുകയും ചെയ്യും. ബ്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രഡിക്ഷൻ മെഷീനെ നമ്മളുടെ സക്സസ് പ്രഡിക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ കൊണ്ടുവരാനും അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ സീക്വൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പ്രഡിക്ഷനായിരിക്കും നമ്മുടെ ബ്രെയിൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്പയർഡ് ആക്ഷനായിരിക്കും നമ്മുടെ ബ്രെയിൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നിയർലി ഓട്ടോ പൈലറ്റായിട്ട് നമ്മളുടെ ഈ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ നടന്നു നീങ്ങും എന്നുള്ളതാണ്. ചിന്തകളുടെ ക്വാളിറ്റിയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ബ്രെയിൻ, ഞാൻ പറഞ്ഞതുപോലെ 96 ബില്യൺ ന്യൂറോൺസാണ് തലച്ചോറുള്ളത്. 90% ചിന്തകളും റിപ്പീറ്റഡാണ്. ബ്രെയിനിൻ്റെ പാറ്റേണുകൾ നമ്മൾ മാറി തുടങ്ങുമ്പോഴേക്കും നമ്മളിലേക്ക് വരുന്ന ചിന്തകളുടെ രീതി മാറും. നമ്മളുടെ ചിന്തകളുടെ ക്വാളിറ്റി മാറാൻ തുടങ്ങും. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഫോക്കസ് ചെയ്തിരുന്നത് നമ്മളുടെ റിയാലിറ്റി എന്ന് പറയുന്ന പ്രശ്നങ്ങളിലും പ്രോബ്ലംസിലും ആയിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കായി മാറുന്നു. അപ്പോൾ ലക്ഷ്യത്തിലേക്കായി മാറുമ്പോഴേക്കും ആ ലക്ഷ്യവുമായിട്ട് അലൈൻ ചെയ്യുന്ന ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റി മാറും. നമ്മളുടെ ചിന്തകളുടെ ക്വാളിറ്റി മാറുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് മാറും. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് മാറുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും നമ്മളെടുക്കുന്ന നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും മാറാൻ തുടങ്ങും. മെൻ്റൽ സഫറിങ് എന്ന് പറയുന്ന ഒരു കാര്യം കുറയും എന്നുള്ളത്. നമ്മൾ ഓരോ എക്സ്പീരിയൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും, നല്ല എക്സ്പീരിയൻസ് ആയിക്കോട്ടെ മോശം എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഓരോ ദിവസവും നമ്മൾ ഓരോ ആളുകളുമായിട്ടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും മറ്റ് പ്രശ്നങ്ങളുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ ഒരു കഥ അല്ലെങ്കിൽ ഒരു നരേഷൻ എപ്പോഴും നമ്മൾ ബ്രെയിനിലുണ്ടാക്കുന്നുണ്ട്. അത് ഇതുകൊണ്ടായിരിക്കും സംഭവിച്ചത്, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കും സംഭവിച്ചത്. അയാൾ എൻ്റെ ഫോൺ എടുത്തില്ല, അതിൻ്റെ കാരണം ഇതായിരിക്കും. ആ ബിസിനസ് ഡീൽ എനിക്ക് ക്ലോസ് ആയില്ല, അപ്പോൾ അതിൻ്റെ റീസൺ ഇതായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ആ പണം കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ പ്രശ്നം ഇത് ഇങ്ങനെ പ്രശ്നമാകാൻ സാധ്യതയുണ്ടോ. ഞാൻ പറഞ്ഞതുപോലെ ബ്രെയിൻ്റെ ഒരു പ്രഡിക്ഷനും ഇതിനകത്ത് വരും. അതുപോലെ തന്നെ നമ്മളൊരു മെൻ്റൽ സഫറിങ് എന്ന് പറയുന്ന പോലെ ഒരു മെൻ്റൽ നരേഷൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഓരോ വ്യക്തികളെക്കുറിച്ചും ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും നരേഷനാണ് യഥാർത്ഥത്തിൽ നമുക്ക് സഫറിങ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സഫറിങ് എന്ന് നമ്മൾ പറയുമ്പോഴേക്കും ഇത് ശരിക്കും ഒരു മെൻ്റൽ സഫറിങ് മാത്രമല്ല. ഓരോ തവണയും നമ്മൾ ഇത്തരം സഫറിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തിൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതുമായിട്ട് നേരിടുമ്പോഴും നമ്മുടെ ബോഡി ഒരു ത്രെറ്റിനെ ഫേസ് ചെയ്യുന്നത് പോലെയാണ് അതിനെ കാണുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ബോഡിയിൽ ഒരു മെക്കാനിസം ഉണ്ട്, സർവൈവൽ മെക്കാനിസം. ഒരു യാത്ര ചെയ്യുമ്പോൾ മുൻപിലൊരു പെട്ടെന്നൊരു പുലി വന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ, പെട്ടെന്ന് ശരീരം സ്റ്റോപ്പ് ചെയ്യും. ശരീരം ആ പുലിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും നോക്കും. അപ്പോൾ അതായത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ അതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് നമ്മൾ ബ്രെയിന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് ഓക്കെ നമ്മളിത് ഒരു പുലി വന്നിരിക്കുന്നു, ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഓടിക്കോളൂ എന്നൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള സമയമില്ല. അതിന് മുമ്പ് തന്നെ നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്ത് കഴിഞ്ഞു, ഇത് ഡേഞ്ചറാണ്, ക്വിക്കായിട്ട് രക്ഷപ്പെടണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡെന്ന് പറയുന്ന സിമ്പതറ്റിക് നെർവ് സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ബോഡിയുടെ മറ്റെല്ലാ ഫങ്ഷനും അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് സർവൈവൽ എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിലേക്ക് മാത്രം ബ്രെയിൻ ഫോക്കസ് ചെയ്യും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് പെട്ടെന്ന് സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ നമ്മുടെ മസിൽസിലേക്ക് പുഷ് ചെയ്യും. കാരണം കോടി രക്ഷപ്പെടണമെങ്കിൽ അതാണ് വേണ്ടത്. നമ്മുടെ ഡൈജഷൻ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. കാരണം അവിടെ അതൊന്നുമല്ല പ്രസക്തി, നമുക്ക് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ തവണയും ഒരു സ്ട്രെസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു നരേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ
ഒരു സ്ട്രെസ് ഹോർമോൺ എപ്പോഴും നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ഡേഞ്ചറിനെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ ഒരു അപകടത്തെ രക്ഷപ്പെടാൻ ഈ സ്ട്രെസ് ഹോർമോണും ഈ സിമ്പതറ്റിക് നെർവ് സിസ്റ്റവും വളരെ നല്ലതാണ്. അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ സ്ട്രെസ് ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഡേഞ്ചറസ് ആണ് നമ്മുടെ ശരീരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കും, നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും, നമ്മുടെ കംപ്ലീറ്റ് ശരീരത്തിൻ്റെ മെറ്റാബോളിസത്തെ അത് ബാധിക്കും, പലതരത്തിലുള്ള അസുഖത്തിലേക്കായിരിക്കും അത് നീക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നിരന്തരം സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നമുണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളിലുണ്ടാകുന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ്, ആ ഒരു നരേഷനിൽ നിന്നാണ്. അപ്പോൾ ഈ നരേഷൻ ഒഴിവാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ നിരന്തരം പുതിയ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ പുതിയ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് പുതിയ തരത്തിലുള്ള നരേഷൻ നമുക്ക് ബോധപൂർവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ നമുക്ക് ബോധപൂർവം നരേഷനെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ നമ്മൾ പരിശീലിക്കുന്നത് അതിൻ്റെ ഒരു പാർട്ടാണ് ആന്തരിക സംഭാഷണത്തെ നമുക്ക് എങ്ങനെ നമ്മളുടെ ലക്ഷ്യത്തിന് അനുകൂലമായിട്ട് അലൈൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നും തീരുന്ന ഒരു കാര്യമല്ല. ഈവൻ 21 ഡേയ്സ് പോലും പോരാ യഥാർത്ഥത്തിൽ ശരിയായ ഒരു മാറ്റം വരാൻ. പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഒരേ കാര്യം ഇൻറ്റൻസീവായിട്ട് 300 ദിവസം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു മാറ്റം വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിജയമെന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ആരെങ്കിലും വളരെ പെട്ടെന്നുള്ളൊരു മാറ്റം ഉണ്ടാവാനാണ് ഇത് പരിശീലിക്കുന്നതെങ്കിൽ ഞാൻ പറയും തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും, പക്ഷേ നിങ്ങൾ റിസൾട്ട് ഉടനെ ഉണ്ടായില്ല എന്നൊരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം നിങ്ങളുടെ തലച്ചോറിനെക്കുറിച്ച് പഠിക്കുക, ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഇത്രയും ശക്തമായിട്ടുള്ള ന്യൂറൽ വയറിങ്ങുകളുമായിട്ടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുക എന്ന് കരുതുന്നത് തന്നെ നമ്മൾ ആലോചിച്ചാൽ അതൊരു വിഡ്ഢിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഫാക്റ്റുകളല്ല, ഇമോഷണൽ മെമ്മറീസാണ്. ചെറുപ്പത്തിലേ മുതലേ ഇമോഷണലായിട്ട് നമുക്ക് വേദനിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ ഇമോഷണലി നമ്മുടെ ശരീരത്തിൽ എക്സ്പീരിയൻസ് ചെയ്തതായിട്ടാണ് എപ്പോഴും ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും ഫാക്റ്റുകളായിരിക്കണമെന്നില്ല. കാരണം സത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടന്നതായിരിക്കണമെന്നില്ല നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു കാര്യത്തെ എങ്ങനെയാണോ പെർസീവ് ചെയ്തത്, നമ്മൾക്കൊരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ കാര്യത്തെ നമ്മൾ എങ്ങനെയാണോ നമ്മളെ ബ്രെയിൻ കണ്ടത്, ഇതായിരിക്കാം അതിൻ്റെ കാരണം. അപ്പോൾ നമ്മളതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അത് നമുക്കൊരു ഇമോഷണൽ പെയിൻ തരികയും അത് നമ്മളുടെ ഒരു മെമ്മറിയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാസ്റ്റിൽ നമുക്കുണ്ടായിട്ടുള്ള പരാജയങ്ങൾ, നമ്മുടെ ട്രോമാസ്, നമുക്കുണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ്, ഇതൊക്കെ ഇമോഷണൽ മെമ്മറീസായിട്ട് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴൊക്കെ ഈ പഴയ കാര്യമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം ട്രിഗർ ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് പഴയ കാര്യത്തിലേക്ക് സ്വിച്ച് ചെയ്ത് പോകും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പാസ്റ്റ് മെമ്മറീസാണ്, ഈ ഇമോഷണൽ മെമ്മറീസാണ്. ഈ മെമ്മറീസിനെ ഫ്യൂച്ചർ ഇമോഷനുമായിട്ട് റീറൈറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം ഒരു ഫ്രഷായിട്ട് മാറും. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഗ്രഹിക്കാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളതിനൊന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഹീലിംഗ് എന്ന് പറയാറുണ്ട്, ഇമോഷണൽ ഹീലിംഗ് ചെയ്യപ്പെടുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇമോഷണൽ ഹീലിങ്ങിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഹീൽ ചെയ്ത് പഴയ മെമ്മറീനെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ആ വൂണ്ട് വീണ്ടും കൂടുതൽ വലുതാവാൻ സാധ്യതയുണ്ട്, ഉണ്ടാവാം ഒരു പക്ഷേ. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത് എത്രത്തോളം നമ്മൾ പഴയ കാര്യത്തെ വീണ്ടും വീണ്ടും മനസ്സിൽ കൊണ്ടുവരികയും അതേക്കുറിച്ച് നമ്മൾ പറയുകയും അതേപ്പറ്റി സംസാരിക്കുകയും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴൊക്കെ ആ വൂണ്ട് അല്ലെങ്കിൽ ആ ഇമോഷണൽ മെമ്മറി എന്ന് പറയുന്നത് കൂടുതൽ ശക്തമാകുകയല്ലാതെ അത് മാറാനുള്ള വഴി അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ബിസിനസ്സിലൊരു വളരെ വിജയിയായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുകയാണ് എന്ന് കരുതുക. പക്ഷേ നിങ്ങളുടെ പാസ്റ്റിൽ പരാജയങ്ങളുടെ ഓർമ്മകളാണ് കിടക്കുന്നത്. ഓരോ തവണ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ആ പരാജയബോധമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഈ പരാജയബോധം മനസ്സിലുള്ളപ്പോൾ തന്നെ കൂടെയുള്ള ആരെങ്കിലും അതൊന്ന് ഓർമ്മിപ്പിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വീണ്ടും പഴയ പാസ്റ്റിലേക്ക് പോകും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഇമോഷണൽ മുറിവുകളിൽ നിന്നുകൊണ്ട്, ആ ഇമോഷണൽ മെമ്മറികളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് കടക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കിയിട്ട് വണ്ടിയുടെ ആക്സിലറേറ്റർ കൊടുക്കുന്നത് പോലെയാണ് ആ എഫക്റ്റ് വരുന്നത്. എന്നാൽ അതേസമയം പാസ്റ്റിൽ സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ആളുകളെ ബ്ലെയിം ചെയ്തിട്ടോ നമ്മൾ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല.
ഇപ്പോൾ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ നമ്മൾ സെൽഫായിട്ട് സ്വയം ഫൊർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളോട് തന്നെ നമ്മൾ ക്ഷമിക്കുക, നമ്മളോട് തന്നെ നമ്മൾ ഏറ്റവും കരുണയോടെ പെരുമാറുക എന്നുള്ളതാണ്. അങ്ങനെ കരുണയോടെ പെരുമാറി കഴിയുമ്പോഴത്തേക്കും ഒരു പരിധി വരെ നമുക്ക് മറ്റുള്ളവരോടും ആ കരുണയോട് പെരുമാറാനും ചിന്തിക്കുവാനും നമുക്ക് സാധിക്കുകയും നമ്മളുടെ ചിന്തകളെന്ന് പറയുന്നത് ഈ പാസ്റ്റ് മെമ്മറീസിനെ നിന്നും മാറിയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ചിന്തകൾ ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആ വിജയത്തിലായി മാറുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ അതിന് TRI എന്ന് പറയും, ടോട്ടൽ റിയാലിറ്റി ഇമ്മേഷൻ എന്ന് പറയും. ഇതാണ് 21 ഡേയ്സിൽ നമ്മൾ പരിശീലിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സാധാരണ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഒരു കാര്യത്തെ കണ്ടു, ഒരു പിക്ചർ കണ്ടു, യെസ് ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് കാണുമ്പോൾ TRIയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആ വിൻ ചെയ്യുന്ന ഇമോഷൻസ് നമ്മുടെ ശരീരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പല അത്ലീറ്റ്സും സ്പോർട്ട് പേഴ്സൺസും അതുപോലെ പൊളിറ്റീഷ്യൻസും ഒക്കെ അവരുടെ ലൈഫിൽ ആ ഒരു വിന്നിങ് മൊമെൻറ്റ് അവർ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. കാരണം ആ വിന്നിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ആ ഇമോഷനായിട്ട് നമ്മളിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ ഇമോഷനിൽ നമ്മൾ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാസ്റ്റ് മെമ്മറീസ് പതുക്കെ ഫേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മളെ കാണുന്നത് വിജയിയായിട്ടാണ്. നമ്മുടെ ബ്രെയിൻ നമ്മളെ കാണുന്നത് ഒരു വിജയിച്ചിട്ടുള്ളൊരു മനുഷ്യനെക്കുറിച്ചാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരാജയ ബോധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരാജയത്തിൽ കിടക്കുന്ന ബ്ലോക്കുകൾ പതുക്കെ ഫേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മുമ്പിൽ കാണുന്ന ആ യാത്ര എന്ന് പറയുന്നത് വളരെ സുഗമമാകും. മാനിഫെസ്റ്റേഷൻ്റെ ഒരു റിസൾട്ടാണ് ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് പഴയ വ്യക്തിയിൽ നിന്ന് പുതിയൊരു വ്യക്തിയിലേക്കൊരു മാറ്റവും അവിടെ സംഭവിക്കുന്നുണ്ട്. പണ്ട് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഗ്രേസ്ഫുൾ നോ പറയാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷണൽ ബാഗേജസ് എടുക്കുന്ന ആൾക്കാരായിരുന്നുവെങ്കിൽ ആ ഇമോഷണൽ ബാഗേജ് എടുക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ ഫൂളായിട്ടാണ് നമ്മൾ പെരുമാറിയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇമോഷണലി ഇൻ്റലിജൻ്റായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇമോഷൻ ഇല്ലാതെ നമുക്ക് ഒരാളോട് റിയാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പരിശീലിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്ന് മറ്റൊരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറുകയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, മുകളിൽ പറഞ്ഞിരുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കുള്ള ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റാണ്. യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പണം വരുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന കാറ് വരുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന വീട് വരുന്നു എന്നുള്ളതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളും, നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. ആ വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതായിട്ട് മാറും. ഈ ഒരു അനുഭവമാണ് 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ പങ്കെടുത്ത എൻ്റെ സ്റ്റുഡൻസിന് അവരുടെ അനുഭവമായിട്ട് മാറുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ക്ലാസ്സിൽ വരുമ്പോൾ പലർക്കും പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് കിട്ടണമെന്നാണ് അവർ ആഗ്രഹിച്ചാണ് ജോയിൻ ചെയ്യുക. പക്ഷേ അവർ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഒരു 21 ദിവസം ഇത് സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഇതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നതെന്നും ആ മാറ്റം അവരിൽ വന്നു കഴിയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളിലൊക്കെ അവരിലേക്ക് വരുന്നു എന്നുള്ളത് അവർക്ക് വ്യക്തമാവുന്നുണ്ട് എന്നുള്ളതാണ്. ഏഴാമത്തെ ഒരു കാര്യമാണ് ആൻറ്റി ഫ്രജൈലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. കൂടുതൽ ആളുകളും മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും വേണം. അവർക്ക് പെട്ടെന്ന് കടമുണ്ട്, പെട്ടെന്ന് കടം മാറി, അവർക്ക് പെട്ടെന്ന് പണക്കാരനാവണം, വലിയ വീടുണ്ടാക്കണം, വലിയ ബിസിനസ് ഉണ്ടാവണം. അവരിതിനു വേണ്ടി പ്രവർത്തിക്കും. പലതരത്തിലുള്ള ടെക്നിക്കുകൾ അവർ പഠിച്ചിട്ടുണ്ടാവും. മെഡിറ്റേഷൻ ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇത് വർക്കാവാതെ വരുമ്പോഴത്തേക്കും അവർ നിരാശരാകും. എന്നിട്ട് പറയും ഇതെനിക്ക് വർക്കാവുന്നില്ല, മാനിഫെസ്റ്റേഷൻ എനിക്ക് വർക്കാവുന്നില്ല, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എനിക്ക് നെഗറ്റീവായിട്ട് വന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റാണ് നമ്മളിൽ സംഭവിക്കുന്നത്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുകയാണ്. ആ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിൻ്റെ ഒരു പാർട്ടാണ് ആൻറ്റി ഫ്രജൈലിറ്റി എന്ന് പറയുന്നത്. 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ്. ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മളുള്ളത്. ഒരുപാട് ആളുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വലിയ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ. അപ്പോൾ എപ്പോഴും ഒരു റാൻഡം ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ വരാം, എക്സ്പീരിയൻസ് ചെയ്യപ്പെടാം. അവിടെ നമ്മൾ ഫ്രജൈലാവരുത്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം ചിലപ്പം നടക്കാതെ വരാം. നമ്മൾ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായിട്ട് ചിലപ്പോൾ ഒരു കാര്യങ്ങൾ വരാം. പക്ഷേ അവിടെയും നമ്മുടെ ബ്രെയിനിൻ്റെ പ്രഡിക്ഷൻ മെഷീനെ നമ്മൾ പരിശീലിപ്പിക്കുന്നത് ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ പിന്നിലും ഒരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇതൊരു മോട്ടിവേഷന് വേണ്ടി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മളൊരു പ്രശ്നത്തിൽ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രശ്നം മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തിനപ്പുറം കിടക്കുന്ന ഒരു കംപ്ലീറ്റ് കാര്യം നമ്മൾ മാസ്ക് ചെയ്യപ്പെടും. അപ്പോൾ അതിനെ നമ്മളൊന്ന് അൺമാസ്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ പ്രശ്നത്തിൻ്റെ പിറകിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒഴിഞ്ഞു കിടപ്പുണ്ടാവും.
നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിന് നേരെ എതിരായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സംഭവിച്ചു. പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങൾ പരിശീലിച്ചിരിക്കുന്നത്, പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത് നെഗറ്റീവായിട്ടാണ്, ഞാൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ഫോക്കസും ബ്രെയിൻ്റെ പ്രഡിക്ഷനും പോകുന്നത്. എന്നാൽ നിങ്ങളിങ്ങനെ പരിശീലിക്കുകയാണെന്ന് വിചാരിക്കുക, ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ്. യെസ്, ഇത് റിയാലിറ്റിയാണ്. എനിക്ക് ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് യെസ്, ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതെന്താണ് എന്ന് കണ്ടുപിടിക്കൂ എന്ന് നമ്മൾ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ദിവസം പോലും അതിന് വേസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമുക്കതിന് നിരാശരായിരിക്കാൻ കഴിയില്ല. നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യും, വേഗം കണ്ടുപിടിക്കൂ. നമ്മുടെ ബ്രെയിൻ്റെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അപ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങും എന്താണ് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം. ഇത് പരിശീലിക്കുന്ന എല്ലാവരും പറയുന്നൊരു കാര്യം യെസ്, ശരിയാണ്. കാരണം ഓരോ പ്രതിസന്ധി എനിക്ക് വന്നപ്പോഴും ഞാൻ കണ്ടു ഇതിൻ്റെ പിന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞാൻ സഞ്ചരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതായിരുന്നില്ല എനിക്ക് വേണ്ടിയിരുന്നത്, ഇതിനപ്പുറത്തുള്ള മറ്റൊരു കാര്യമാണ് എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ധാരാളം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാൾ ഞാൻ, അതുപോലെ തന്നെ എൻ്റെ ഈ പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പേരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതായത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ക്വിക്ക് ഫിക്സ് അല്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് 40 വയസ്സുണ്ടെങ്കിൽ ആ 40 വയസ്സിൽ അയാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അത്രയും ശക്തമായിട്ടുള്ള ബ്രെയിൻ വയറിങ്ങാണ് അയാൾക്കുള്ളത് എങ്കിൽ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസത്തെ ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഈവൻ 21 ദിവസത്തെ ക്ലാസ് കൊണ്ടോ നിങ്ങൾക്ക് കാര്യമായ മാറ്റമുണ്ടാകുമോ? അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യമാണ് കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം. ഈ സിസ്റ്റം, കൺസിസ്റ്റൻസി, റിപ്പീറ്റേഷനാണ് 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ നമ്മൾ പരിശീലിപ്പിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ടിവിറ്റി ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമ്മളുടെ ബ്രെയിൻ തന്നെ നമ്മൾ വളരെ വേഗത്തിൽ എത്തിക്കും എന്നുള്ളതാണ്.